ഒരു ഡസനോളം നിരപരാധികളെ കൊന്ന് ഭീകരർ ഒരിക്കൽ കൂടി അവരുടെ മനുഷ്യവിരുദ്ധത ഭക്തിപൂർവ്വം നിർവഹിച്ചിരിക്കുന്നു. എത്ര വിദ്യാഭ്യാസം നേടിയാലും തകർക്കാനാകാത്തത്ര മതഭ്രാന്ത് പ്രാഥമിക മതവിദ്യാഭ്യാസങ്ങളിലൂടെ കൈവരിച്ചിട്ടുള്ളവരാണ് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച തീവ്രവാദി ഡോക്ടറും സഹായികളായ ഡോക്ടേഴ്സും ഒക്കെ. ഒരിടത്ത് അവരുടെ പേര് ജെയ്ഷെ മുഹമ്മദ്, മറ്റൊരിടത്ത് അവർ ഹമാസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, ഫുലാനി, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്, എല്ലാം ഇതര മതസ്ഥരെ ജീവിക്കാൻ അനുവദിക്കാത്ത മുസ്ലിം ബ്രദർഹുഡിന്റെ വംശവെറി ശാഖകൾ മാത്രം. ഡൽഹി ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും തിരിച്ചടിയും കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കാം. ഈ രാജ്യത്തിന് അതിനുള്ള ശേഷിയുണ്ട്. പക്ഷെ നാം ചർച്ച ചെയ്യേണ്ടത് ഡൽഹിയിലും കത്തിയ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നാമ്പുകളെ കേരളത്തിൽ ഉൾപ്പെടെ നട്ടു വളർത്തുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്നാണ്. ഏതെങ്കിലും വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നല്ല, എല്ലാ വർഗീയതയും എതിർക്കുന്നോ എന്നതാണ് ചോദ്യം. മതമൗലികവാദികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ആസ്ഥാന ബുദ്ധിജീവികളുടെയും സഹായത്തോടെ ഇരവേഷം കെട്ടിച്ച തീവ്രവാദ സംഘടനകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആരുടെയൊക്കെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കൂ. ചരിത്രം തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ മാത്രമല്ല അവിശുദ്ധ സഖ്യങ്ങളെയും കുറിച്ചുവെക്കും. രാജ്യ തലസ്ഥാനത്ത് തിങ്കളാഴ്ച വൈകുന്നേരം 6:52 ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ വേരുകളുള്ള ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ് സൂചനകൾ. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി 3 ഡോക്ടർമാരടക്കം തീവ്രവാദികളെന്ന് കരുതുന്ന 8 പേർ അറസ്റ്റിലായത്. 360 ഗ്രാം RDX ഉൾപ്പെടെ 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ചുവരെഴുത്തുകളുടെ നഗരമെന്നാണ് ചാന്ദിനി ചൗക്ക് അറിയപ്പെടുന്നത്. അതിനും ചെങ്കോട്ടയ്ക്കും ഇടയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ചുവരെഴുത്തുകൾ നാം വായിച്ചേ തീരൂ. കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്നതുൾപ്പെടെ എത്രയെത്ര ഭീകരാക്രമണങ്ങൾ ഈ രാജ്യം കണ്ടു. പതിറ്റാണ്ടുകളായി എത്ര നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ഭീകരവിരുദ്ധതയ്ക്ക് വേണ്ടി നാം എത്ര പണം ചെലവഴിച്ചു. ഇനി എന്ത് എന്ന ചോദ്യമുണ്ട്. ഭീകരരുടെ ഇരയായ മലാല യൂസഫ്സായി ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലാനാകും, പക്ഷെ തീവ്രവാദത്തെ വിദ്യാഭ്യാസം കൊണ്ടേ കൊല്ലാനാകും. തീവ്രവാദികളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു എന്ന്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ സ്കൂളുകളിലെ മതമൗലികവാദ നുഴഞ്ഞുകയറ്റത്തെ പോലും ചെറുക്കാൻ കോടതികളുടെ സഹായമില്ലായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നോ? ഓരോ സന്ദർഭത്തിലും മതമൗലികവാദികൾ എത്ര അനായാസമായാണ് മതേതര നേതാക്കളെ വക്താക്കളാക്കി ഇറക്കുന്നതെന്ന് അടുത്തിടെയും കേരളം കണ്ടു. മതേതര രാജ്യമായി ഇന്ത്യയിൽ വളരേണ്ടത് മതേതര പാർട്ടികളുടെ ചെലവിലാണെന്ന് തീവ്രവാദികൾക്കറിയാം. രാഷ്ട്രീയം തീവ്രവാദവുമായി രഹസ്യത്തിൽ ചെയ്യുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമരകാലത്തും ഇവിടെ വർഗീയതയും മതമൗലികവാദവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിഭജനാനന്തരം ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ രൂപപ്പെട്ടതിന് ശേഷമാണ് അവിടേക്ക് കുടിയേറിയ തീവ്രവാദം ഭീകരാകാരം പൂണ്ടത്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വന്ന സർക്കാരുകളും സൈന്യവുമൊക്കെ തീവ്രവാദത്തെ വളർത്തി. അതായത് രാഷ്ട്രീയ ഭരണകൂട പിന്തുണയില്ലാതെ മതമൗലികവാദത്തിനും ഭീകര ദംഷ്ടകൾ പുറത്തെടുക്കാനാകില്ല. മലാല പറഞ്ഞത് അടിസ്ഥാനമാക്കിയാൽ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ അതിർത്തി കടന്നും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ തീവ്രവാദം എന്ന ആശയത്തെ ചെറുക്കാൻ അതിർത്തിക്കുള്ളിലും നമുക്കാകുന്നില്ല. വിദ്യാഭ്യാസത്തിലൂടെയേ അതിന് സാധിക്കൂ. ആ മതേതര വിദ്യാഭ്യാസത്തെ പിന്നിൽ നിന്ന് കുത്തുന്നത് ഇവിടുത്തെ മതേതര രാഷ്ട്രീയത്തിന്റെ കപട പതിപ്പുകളാണ്. അവരാണ് സ്കൂളുകളിലേക്ക് മതമെത്തിക്കുന്ന സംഘടനകളുടെ അകമ്പടിക്കാർ. അമിതമായ മതവിദ്യാഭ്യാസത്തിന് പകരം പൊതുവിദ്യാഭ്യാസമാണ് ഈ മതേതര രാജ്യത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ പറയുന്നവർ ഇസ്ലാമോഫോബിയ പരത്തുന്നവരാകും. മതോന്മാദങ്ങളുമായുള്ള രഹസ്യവേഷകൾ സാംസ്കാരിക നായകരെ എന്ന പോലെ രാഷ്ട്രീയക്കാരെയും സത്യസന്ധതയില്ലാത്തവരാക്കി. തീവ്രവാദത്തിന്റെ ഇരകളായ സൽമാൻ റുഷ്ദി, മലാല യൂസഫ്സായി, തസ്ലിമ നസ്രീൻ, അയാൻ ഫിർസി അലി തുടങ്ങിയവരെയൊക്കെ വിയോജിപ്പുകളുടെ പേരിൽ കൊല്ലണമെന്ന് പറയുന്നവർക്കൊപ്പമാണോ നിങ്ങളെന്ന് മതവിശ്വാസികളോടല്ല, ഐക്യദാർഢ്യങ്ങളെ വോട്ടുബാധികളാക്കിയ നമ്മുടെ മതേതര രാഷ്ട്രീയക്കാരോട് ചോദിച്ചു നോക്കൂ. രഹസ്യമായിട്ടല്ല, പൊതുവേദിയിൽ പരസ്യമായി ചോദിക്കണം. അപ്പോൾ വ്യാപിക്കുന്ന നിശബ്ദതയുടെ അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ശബ്ദ കോലാഹലത്തിന്റെ പേരാണ് കപട മതേതരത്വം അഥവാ വോട്ടിന് വേണ്ടിയുള്ള മതപ്രീണനം. ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും മതമൗലികവാദ സംഘടനകളെ അകറ്റി നിർത്താൻ ആത്മവിശ്വാസമില്ലാത്ത മതേതരത്വം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ചെങ്കോട്ടയ്ക്കും ജുമാ മസ്ജിദിനും ചാന്ദിനി ചൗക്കിനുമിടെ എത്ര നാശമുണ്ടായെന്ന് മാത്രമല്ല, തൻ്റെ മതത്തിനും സ്വർഗത്തിനും വേണ്ടി അവിടെ കൊലക്കളം ഒരുക്കാൻ വന്നവരുടെ മാനസികാവസ്ഥ നമ്മുടെ പരിസരങ്ങളിലും രൂപപ്പെടുന്നുണ്ടോ എന്നാണ്. അതിനെയാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഭേദമില്ലാതെ നാം ചെറുക്കേണ്ടത്. അതിനായി കൈകോർക്കാൻ തടസ്സമൊന്നുമില്ല നമുക്ക്. പ്രീണന രാഷ്ട്രീയത്തെ അകറ്റി നിർത്തുക എന്നതല്ലാതെ. വർഗീയതയെന്നും തീവ്രവാദത്തെ തീവ്രവാദമെന്നും അഭിസംബോധന ചെയ്യാൻ എളുപ്പമല്ല, പക്ഷെ അസാധ്യമല്ല. തന്നെ അവസാനമേ തിന്നു എന്ന് കരുതി മുതലേ തീറ്റിപ്പോറ്റുന്നവരാണ് പ്രീണനക്കാരെന്ന് വിൻസൻ ചർച്ചിൽ പറഞ്ഞത് ഓർമ്മയില്ലേ?